ഇപ്പോൾ ഇറാഖിൽ വന്നിരിക്കുന്ന അധികാര നൂരി അൽ മാലിക്കിയാണ്. ആരാണ്? ഇറാൻ്റെ ഏകദേശം പ്രോക്സി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സർക്കാർ ഇറാഖിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സർക്കാർ രൂപീകരണത്തിന് മുമ്പ് അവിടുത്തെ വിദേശകാര്യമന്ത്രി ആവാൻ പോകുന്ന ആൾ ടെഹ്റാൻ സന്ദർശിച്ചു ഔദ്യോഗികമായിട്ട്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവസാനം എന്ത് വരുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്ക ഈസ് നോവർ എന്നുള്ള അർത്ഥത്തിലേക്ക് മിഡിൽ ഈസ്റ്റിൽ അവരുടെ പരിചയക്കുറവ് അവർക്കുണ്ടാക്കുന്ന വലിയ തിരിച്ചടികൾ, അവരുടെ സൈനിക നഷ്ടങ്ങൾ, ആൾ നഷ്ടങ്ങൾ, പിന്നെ ആയുധ നഷ്ടങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗത്തുണ്ട്. മറുപക്ഷത്ത് യു എസിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില, ഇപ്പോൾ ജെഫ്രി സാച്ചിനൊക്കെ പോലെയുള്ള അനലിസ്റ്റുകൾ പറയുന്ന കാര്യമെന്ന് പറയുന്നത് യു എസിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ആഭ്യന്തര തർക്കങ്ങളുണ്ട്. എന്തിന് നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്ക് മുകളിൽ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നമ്മളുടെ എനർജി നമ്മൾ വേസ്റ്റ് ആക്കണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ടോപ്പ് പ്രയോറിറ്റി യു എസിൻ്റെ ഇൻട്രസ്റ്റുകളാണോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് ആണോ എന്നുള്ള ചോദ്യം വ്യാപകമായി ചോദിക്കപ്പെടുന്നു. റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ആൻറ്റി സെമിറ്റിസം എന്നുള്ള ഇസ്രായേൽ എല്ലാ കാലത്തും ഉയർത്തി കാണിച്ചിരുന്ന കാർഡ് അത് അത്രത്തോളം യു എസിൽ വിലപ്പോവാതിരിക്കുന്നു. ഇങ്ങനെ വന്നു നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പ്ലാനുകൾ വേണ്ട രീതിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏരിയയിൽ ഈ റീജിയനിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഇസ്രായേൽ എന്നും ആഗ്രഹിച്ചത് ഇസ്രായേലിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള രാജ്യങ്ങൾ ഫ്രാഗ്മെൻറ്റഡ് ആകുക, അവിടെ സ്റ്റെബിലിറ്റി ഇല്ലാതാവുക. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. ഹിസ്ബുള്ളയെ ലെബനനിൽ അവർ തീർക്കാൻ ശ്രമിച്ചു. സിറിയയിൽ ബഷാർ അൽ അസദിനെ ടോപ്പിൾ ചെയ്തു. പിന്നെ ഇറാഖ് അങ്ങനെ സംഭവിച്ചു. യമനിൽ അവിടെ ഹൂത്തികൾക്കെതിരെ വലിയ അക്രമങ്ങൾ യു എസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്തു. ഇസ്രായേൽ നേരിട്ടും ചെയ്തു. ഈജിപ്തിനെ അവർ വലിയ അളവിൽ യു എസിൻ്റെ സാമ്പത്തിക സഹായം കൊടുക്കുകയും അങ്ങനെ ഒരു എക്സ്ട്രാ ലെവറേജ് ഈജിപ്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുകയും ചെയ്തു. GCC രാജ്യങ്ങൾ യു എസിൻ്റെ ബേസുകളുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഒരു എക്സ്റ്റൻഡഡ് നെയ്ബറാണ് എങ്കിൽ കൂടി അവർ അത്രത്തോളം ഇസ്രായേലിന് ത്രട്ടായി വരുന്നില്ല. ഇങ്ങനെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഞങ്ങൾക്കൊരു തരത്തിലും ത്രട്ടായി വരുന്നില്ല എന്ന് ഉറപ്പിക്കാൻ, ഭീഷണിയാകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ എല്ലാ കാലത്തും ഇസ്രായേൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ഇറാൻ്റെ കാര്യത്തിലെത്തുമ്പോൾ നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളമുള്ള അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആശയക്കുഴപ്പം, യു എസിന് മുമ്പിൽ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം, ഇസ്രായേലിന് മുമ്പിൽ ഇങ്ങനെ ഒരു ആഗ്രഹം, ഇതൊക്കെയാണ് നിലവിൽ ഈ റീജിയനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമവാക്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്ന ആഭ്യന്തര കാര്യങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സമൂഹത്തിലുള്ളതുപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷങ്ങളുണ്ട്, പ്രതിപക്ഷ സ്വരങ്ങളുണ്ട്. അതിനെ ലെജിറ്റിമേറ്റ്ലി അവരെ പ്രകടിപ്പിക്കാറുണ്ട്. ഇതേപോലെ ഇറാനിലും പ്രതിപക്ഷ സ്വരങ്ങളുണ്ട്, ഡിസെൻഡിങ് വോയിസുകളുണ്ട്. ഈ വോയിസുകൾ പക്ഷേ ഈ അവസാനമായി നടന്ന വിപ്ലവ ശ്രമം, റജീമിനെ മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ലോക്കലി പ്രസൻ്റായ അവിടുത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു പ്രതിപക്ഷ നേതാവും ഈ വിപ്ലവത്തെ ഓൺ ചെയ്തില്ല എന്നുള്ളതാണ്. ആരും അതിന് മുന്നിലേക്ക് വന്നില്ല. പ്രത്യക്ഷപ്പെട്ട് ഇത് ഞങ്ങൾ ഇതിനെ നയിക്കുന്നു എന്ന് മുന്നിൽ വന്നില്ല. പ്രധാനപ്പെട്ട പ്രതിപക്ഷ 2021 നടന്ന സ്ത്രീ വിപ്ലവം അല്ലെങ്കിൽ സ്ത്രീ അവകാശ പോരാട്ടങ്ങൾ അതിനൊക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ അവിടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ അത് ഓൺ ചെയ്യാൻ മുന്നിൽ നിന്നു. അത് യഥാർത്ഥത്തിൽ രാജ്യത്തെ പിടിച്ചു കുലുക്കി കളഞ്ഞു. 2001 പ്രതിപക്ഷം ഏറ്റെടുക്കാത്തൊരു സമരം കൂടിയ പ്രക്ഷോഭം കൂടിയാണ് ഇപ്പോൾ നടന്നത് എന്ന വാദഗതി മുന്നോട്ട് വെക്കുകയാണ് താങ്കൾ. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ മസ്കത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കുന്നത് അവിടെ ഉറപ്പുള്ള ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു കരാർ രൂപപ്പെടാൻ സാധ്യതയുണ്ടോ എന്നതാണല്ലോ. നോക്കൂ, ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ വീണ്ടും ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ വലിയൊരു പങ്ക് ഡൊണാൾഡ് ട്രംപിനുണ്ടല്ലോ. 2015 ഒബാമയുടെ നേതൃത്വത്തിൽ നല്ലൊരു കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. പിന്നീട് ട്രംപ് അധികാരത്തിലെത്തിയപ്പോഴാണ് ഏകപക്ഷീയമായ കരാറിൽ നിന്ന് പിന്മാറിയത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തവണ ഒരു ധാരണയിലെത്തിയാലും അത് ദീർഘകാലം നിലനിൽക്കുമെന്ന് ഇറാൻ എങ്ങനെ വിശ്വസിക്കും? ഇറാനെ വിശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട് ശ്രീ സൈഫുദ്ദീൻ. അതായത്